യാ അസീസ് യാ കാഫി യാ ഖവിയ്യു യാ ലത്തീഫ്. ഇത് കടം വിടാനുള്ള ഒരു ദിക്കറാണ്. ആദ്യം 2 റക്അത്ത് നിസ്കരിക്കുക. യാ അസീസ് 94 ചൊല്ലുക. യാ കാഫി 111, യാ ഖവിയ്യു 116, യാ ലത്തീഫ് 129 നിസ്കരിച്ച് കഴിഞ്ഞിട്ടാണ് ചൊല്ലേണ്ടത്. അതിനുശേഷം 450 വട്ടം ഈ ആയത്ത് ഓതുക. അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ വഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഇതിനെ 450 വട്ടം ചൊല്ലുക. എന്നിട്ട് ഒരു ദുആ ഉണ്ട്, അതിന് 7 വട്ടം ചൊല്ലുക. ദുആൻ്റെ തുടക്കം ഇങ്ങനെയാണ്: അല്ലാഹുമ്മ യാ കാഫി ഇക്ഫിനി നവാഇബദ് ദുനിയ വമസാഇബദ് ദഹരി വദുല്ലൽ ഫഖർ. അല്ലാഹുമ്മ യാ ഗനിയ്യു അഗ്നിനി ബിഗ്നാക അമ്മൻ സിവാക ബിജൂദിക വഫദ്ലിക അൻ ഖൽഖിക ഫഇന്നക ഖുൽത വഖൗലുകൽ ഹഖ് അൽ മുബീൻ ഉദ്ഊനി അസ്തജിബ് ലക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ദഅൗനാക കമാ അമർതനാ ഫസ്തജിബ് മിന്നാ കമാ വഅദ്തനാ. അല്ലാഹുമ്മ യാ മുഗ്നി അസ്അലുക ഗിനദ് ദഹരി ഇലൽ അബദ്. അല്ലാഹുമ്മ യാ ഫത്താഹു ഇഫ്തഹ് ഇലാ ബാബി റഹ്മതിക വസ്ബുൽ അലയ്യ സിത്ര ഇനായതിക വസഖിർ ലി ഖാദിമ ഹാദിഹിൽ അസ്മാഇ ബിശൈഇൻ അസ്തഈനു ബിഹി അലാ മആശി വ അംറ ദീനി വ ദുനിയായ വ ആഖിറതി ഫി ആഖിബതി അംരി വസഖിർ ലി കമാ സഖർത റീഹ വൽ ഇൻസ വൽ ജിന്ന വൽ വഹ്ശ വത്തൈറ ലിനബിയിക സുലൈമാന ബിനി ദാവൂദ അലൈഹിമസ്സലാം വബി അഹിയ ശറാഹിയ അദ്വാനായി അസ്ദാഊത്ത് ആലശദായി യാമൻ അംറുഹു ബൈനൽ കാഫി വന്നൂൻ ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യകൂന ലഹു കുൻ ഫയകൂൻ ഫസുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഇലൈഹി തുർജഊൻ. ഇതിന് 7 വട്ടം ചൊല്ലുക. ഇതിലൂടെ പറയണ്ടല്ലോ, അസ്അലുക ഗിനദ് ദഹരി ഇലൽ അബദി, ഒരിക്കലും തീരാത്ത ദുനിയാവിലെ എൻ്റെയും പരമ്പരയും മുഴുവനും ഹലാൽ കൊണ്ട് ഐശ്വര്യമാകണം, കാലാകാലത്തെ ഐശ്വര്യം കിട്ടണം, വലിയ സമ്പാദ്യം കിട്ടാൻ, കുടുംബം രക്ഷപ്പെടാൻ ഒക്കെയുള്ള ദുആയാണ്. കടം വിടാനാണ് പ്രത്യേകമായിട്ട് ഇത് പറയുന്നത്. എല്ലാറ്റിനും ഇതിൻ്റെ ദുആയിൽ ഉൾപ്പെടുന്നുണ്ട്. എല്ലാ കഷ്ടപ്പാടുകളും തീരണമെന്ന് പറയുന്നുണ്ട് അല്ലേ. മസായിബദ് ദഹരി ദുല്ലൽ ഫക്കീറൊന്നും വേണ്ട, ഫക്കർ പോകണം. അപ്പോൾ മൊത്തത്തിൽ എല്ലാം ഉൾക്കൊള്ളുന്ന ദുആയാണ്. ചെയ്തോളുക. അസ്സലാമു അലൈക്കും.